ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രഥമൻ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ്. എള്ള് കൊണ്ടുള്ള ഒരു പ്രഥമൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്നെനിക്കറിയില്ല. പക്ഷേ നമുക്കിന്ന് അതൊന്ന് ശ്രമിച്ച് നോക്കാം. ആദ്യം നെയ്യ് ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്ത് പോരാം. തേങ്ങാക്കൊത്ത് കുറച്ച് സമയം തേങ്ങാക്കൊത്തിന് എടുക്കുമല്ലോ. ഇത് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കോരാം. നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കോരി മാറ്റാം കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇച്ചിരി തീ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. കിസ്മിസ് ഇടാം. കഴുകി വെച്ചിരിക്കുന്ന എള്ളാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ, ഈ എള്ള് നമ്മൾ നല്ലവണ്ണം കഴുകണം. കാരണം ഇതിനകത്ത് അഴുക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ലവണ്ണം കഴുകിയ ശേഷം നമ്മൾ ഇത് ചെയ്യാവുള്ളൂ. തോർത്തിയ ശേഷമേ ചെയ്യാവുള്ളൂ. അതിന് കണ്ടായിരുന്നോ, പിന്നെ പെട്ടെന്ന് നമ്മളിത് വറുക്കണം. ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. പെട്ടെന്ന് ആ നെയ്യിലോട്ട് ഒന്ന് ഫ്രൈ ആക്കുക. കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ഇത് ചവ്വരി ചേർക്കാം. ഇതെല്ലാം ഇനി ചെറിയ ഫ്ലെയിമിൽ മതി കേട്ടോ. കാരണം ഇത് അടിയിൽ പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട്. ഇത് ശർക്കര പാനിയാണ്. ശർക്കര നമ്മൾ ഓൾറെഡി ചെയ്ത് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നല്ല മണമുണ്ട് ഇതിന്. ഒരു ഡയറി മിൽക്കിൻ്റെ ഒരു ചെറിയ ഒരു ഇത് മാത്രം മതി. കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവറും ആ ശർക്കരയുടെ ഒരു എല്ലാം കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. കളറ് നമുക്ക് മറ്റേ പ്രഥമൻ പോലെ വെളുത്ത നിറം കിട്ടാൻ സാധ്യത കുറവാണ്. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണേ. നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ കറുത്ത് തന്നെ ഇരിക്കും. കാരണം നമ്മൾ ഒത്തിരി വെന്തു പോയാൽ അതിൻ്റെ ആ ഒരു എന്താണ് ക്രിസ്പിനെസ് പോവും. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കി വെച്ചിട്ട് ചെയ്ത് തുടങ്ങിയത്. ഇത് കണ്ടായിരുന്നോ, ഒരു തിള വന്നു കഴിഞ്ഞ് ഇപ്പോൾ കണ്ട അതിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. പഴം അടിച്ച് ചേർക്കുന്ന 2 പഴമാണ്. ഇത് മട്ടിയാണ്. മട്ടി എന്ന് പറയും. മട്ടി തിരുവനന്തപുരം ജില്ലയിൽ സദ്യക്കൊക്കെ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന ഒരു പഴമാണ്. ഇത് ശരിക്കും ഒരു ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണ്. ഇത് നമുക്ക് സാധാരണ കടകളിൽ മേടിക്കാൻ കിട്ടാറില്ല. എനിക്ക് തോന്നുന്നു ഈ അങ്ങാടി കടകളിൽ ഔഷധങ്ങളൊക്കെ വിൽക്കുന്ന അങ്ങാടി കടകളിൽ അങ്ങാടി മരുന്നുകൾ വിൽക്കുന്ന സ്ഥലത്ത് ഇത് കിട്ടും. ഇത് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. നട്ട്സ് ചേർക്കാം. നമ്മൾ ഓരോ പ്രാവശ്യം ചേർക്കുമ്പോൾ ഇത് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ എല്ലാ സ്ഥലത്തോട്ടും അതാകും കേട്ടോ. അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഇനി ലാസ്റ്റിൽ കിസ്മിസ് അവിടെ ആയിട്ട് നമുക്ക് ചേർക്കാം. ഇനി ലേശം ഏലക്കപ്പൊടി നമുക്കിത് ചേർക്കാം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി സമയം നമ്മൾ ഇത് ചെയ്യേണ്ട.
ഒന്നാം പാൽ ഒരുപാട് എടുത്തിട്ടില്ല, ഇച്ചിരി എടുത്തിട്ടുള്ളൂ. ലാസ്റ്റ് പാല്, തലപ്പാൽ എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട്. ലേശം ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ, നമുക്ക് ഓഫ് ചെയ്യാം. ഇത് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊരല്പം കഴിയുമ്പോൾ ഇത് കുറും കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഒത്തിരി സമയം നമുക്ക് വെച്ചിരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ കട്ടിയായി പോകും. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം വരെയൊക്കെ വെക്കാതെ ഇത് വെച്ച ഉടനെ ഒരു 1 ടൈം പായസമാണ്. ശ്രമിക്കുക, ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.